പൊതുവിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് അഭ്യസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ചൊല്ലി വിവാദം. ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതെന്ന് ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. അല്പവസ്ത്രം ധരിച്ച് പ്രത്യേക മ്യൂസിക് ഇട്ട് തുള്ളി അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൾച്ചറല്ല. അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഈ നൃത്ത പരിപാടി ഇതിന്റെ സാംസ്കാരിക ഇതിന്റെ ഒരു കൾച്ചറൽ എലമെന്റ് നിങ്ങൾ പറയുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പും അത് പറയണം. അങ്ങനെ പറയൂ. അങ്ങനെ പറയാതെ പോലെ നിങ്ങൾ വളച്ചു കെട്ടി മറ്റു പല കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? സൂംബ കത്തിക്കുന്നതെന്തി? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്കൂൾസ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുതിയ പാഠ്യാനുബന്ധ പ്രവർത്തനമാണ് സുംബ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം. ഇന്ന് കേരളത്തിൽ അത് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം സുംബ ഡാൻസിനെ അനുകൂലിച്ചും മറ്റൊരു വിഭാഗം അതിനെ പ്രതികൂലിച്ചും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയെ കേരളത്തിന് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇന്ന് കൂടുതൽ വിവാദമായ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഈ സുംബ എന്ന് പറയുന്ന ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ വിശദ വിവരങ്ങൾ മലയാളികൾക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സുംബ ഡാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുംബ ഡാൻസ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ വരുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണ്, അതിന്റെ നെഗറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണെന്ന് ഒരു രക്ഷിതാവ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുള്ള ഏകദേശം 5 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള സിൻ സെലീന സൈഫാണ് നമ്മുടെ കൂടെയുള്ളത്. സെലീനയോട് നമുക്ക് വിശദമായി ഇതിന്റെ പോസിറ്റീവ്സും അതിന്റെ നെഗറ്റീവ്സും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ സെലീന, ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്കൂളിൽ പുതുതായി ആരംഭിച്ച ഒരു പാഠ്യാനുബന്ധ പ്രവർത്തനമാണ് ഈ സുംബ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പാഠ്യാനുബന്ധ പ്രവർത്തനം ഉൾപ്പെടുത്തിയപ്പോൾ മാത്രമാണ് കേരളക്കാർ ഇങ്ങനെയൊരു പേര് തന്നെ കേൾക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ടാവും, എന്താണ് ഈ പദ്ധതി, എന്താണ് ഈ സുംബ എന്നുള്ളത്. യഥാർത്ഥത്തിൽ സുംബ എന്താണ് എന്നുള്ളത്, അതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? സുംബ ശരിക്കും ഒരു ഫിറ്റ്നസ് ഫോർമാറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഏകദേശം 2001 സുംബ നിലവിൽ വരുന്നത്. ഇത് കൊളംബിയയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആൽബർട്ടോ ബെറ്റോ പെർസ് എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു എയറോബിക്സ് ട്രെയിനറാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ എയറോബിക്സ് കാസറ്റ് മിസ്സാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പുതിയ ഫോർമാറ്റ് രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ ഒരു സുംബ നമ്മൾ സ്കൂളുകളിൽ കൊണ്ടുവരുമ്പം കൂടുതലും കുട്ടികളുടെ മെൻ്റലി ഫിസിക്കലി ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളുകളിൽ സുംബ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വെസ്റ്റേൺ കൊളംബിയ എന്ന് പറയുമ്പോൾ ഒരു വെസ്റ്റേൺ ഫോർമാറ്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വെസ്റ്റേൺ എക്സസൈസ് ആണെന്ന് തോന്നുന്നു ഈ സുംബ എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഇതിന് വാദം ഉയർന്ന സമയത്ത് അതിനെ പ്രതികൂലിക്കുന്ന ആളുകൾ പറയാറുള്ളത് അതിന്റെ ഡ്രസ് കോഡിങ്, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സങ്കലനം, ഇതൊക്കെയാണ് അതിനൊരു പ്രതികൂലമായി വാദിക്കുന്ന ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഇതിന് പ്രത്യേക ഒരു ഡ്രസ് കോഡ്, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സങ്കലനം, ഇതിലൊക്കെ എത്രത്തോളം അതിന് വാസ്തവമുണ്ട്? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇറാനിലുള്ള ടെന്നീസ് കളി അതെടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു സ്പോർട്സ് സൈറ്റാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു ഡ്രസ്സിങ് രീതി എന്ന് പറയുന്നത് ഷോർട്സ് ഇട്ടിട്ടാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരും നിർബന്ധം പിടിക്കുന്നില്ല നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് തന്നെ ടെന്നീസ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ടെന്നീസ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ സുംബയുടെ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു വെസ്റ്റേൺ കൾച്ചർ ആയതോടുകൂടി തന്നെ അതിൻ്റെ ഡ്രസ്സിങ് രീതിയും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക. പക്ഷേ അത് സുംബയുടെ റൂൾസിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യണമെന്നോ അതിനിങ്ങനെ റൂൾസ് ഉണ്ടോ ഒന്നും പറയുന്നില്ല. സുംബ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ മെൻ്റലി ഫിസിക്കലി ഹെൽത്തിന് മാത്രമേ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഏതാണോ അത് നമുക്ക് ഇട്ടിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സെലീന പറഞ്ഞു വരുന്നത് ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഡ്രസ് കോഡ് ഇല്ല എന്നുള്ളതാണ്. ആർക്കും അവർക്ക് കംഫർട്ട് അനുസരിച്ച് ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രതികൂലമായി ഇതിനെ പ്രതികൂലിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന്റെ ഡ്രസ്സിംഗ് ആണ്. ഡ്രസ്സിംഗ് നമ്മുടെ കേരള കൾച്ചറിന് യോജിച്ചതല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ഡ്രസ് ഫോർമാറ്റ് ഇല്ല, നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും മിക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് സുംബ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു വാസ്തവം
സ്ത്രീയും പുരുഷനും മിക്സ് ചെയ്തിട്ട് സുംബ ചെയ്യണം എന്നുള്ളത് അതും ഇതിന്റെ റൂൾസിൽ എവിടെയും പറയുന്നില്ല. അപ്പം ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ക്ലാസ് കൊടുക്കുന്നത് ലേഡീസിന് മാത്രമാണ്, ലേഡീസ് ഓൺലി ആയിട്ടാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നത്. അപ്പം അത് നമ്മുടെ ചോയ്സാണ്. ചില ആളുകൾ ലേഡീസും അതേപോലെ തന്നെ ജെൻസും മിക്സ് ചെയ്തിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിലും അവിടെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്, ജെൻസിനും വേറെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഒരുമിച്ചാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ അത് ഗേൾസും ബോയ്സും ഒരുമിച്ച് സുംബ ചെയ്യണം എന്നല്ല അവിടെ പറയുന്നത്. അവിടെ ശരിക്കും കൊടുക്കുന്നത് എന്താ വെച്ചാൽ അത് നമുക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിനപ്പുറത്ത് അവരുടെ ഒരു മെന്റലി ഫിസിക്കലി ഹെൽത്തിനാണ് സുംബ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ സ്കൂളിൽ ഈ സുംബ ഡാൻസ് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള വിദ്യാർത്ഥികൾ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തായിരിക്കും? അതിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളുണ്ട്. വീട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് ഹോംവർക്കും അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിട്ട് അപ്പോൾ ഒരു കുട്ടി സുംബ ചെയ്യുമ്പം ആ കുട്ടിയുടെ ശരീരത്തിൽ എൻഡോഫിൻ അതേപോലെ ഡോപ്പമിൻ ഈ ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഈ കുട്ടി സുംബ ചെയ്യുമ്പോൾ അത് സ്ട്രെസ് റിലീഫാണ്. കൂടുതലും കുട്ടിക്ക് മെൻ്റൽ ഹെൽത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് സുംബ ചെയ്യുമ്പോൾ. കാരണം സുംബ ഒരു ഫൺ വർക്കൗട്ടാണ്. അതിനപ്പുറം ആ കുട്ടി മെൻ്റലി റിലീഫാണ്. മെൻ്റലി റിലാക്സേഷൻ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്ക് കൂടുതൽ പഠനത്തിൽ ശ്രദ്ധിക്കാനാണ് കഴിയുക. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഓൾറെഡി കുട്ടികൾ കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, മറ്റ് കളികളിലേക്ക് ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കളികളും പിന്നെ നമ്മുടെ ഈ സുംബയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ സുംബയിലൂടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്? സുംബ ശരിക്കും ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻ്റലി ഫിസിക്കലി ഇപ്പം നമുക്ക് PT പീരിയഡ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ കുട്ടിയുടെ വേറെ ഒരുപാട് ബെനിഫിറ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ മെൻ്റൽ ഫിസിക്കലി ഹെൽത്തിനൊപ്പം തന്നെ ആ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഹൈ ആവാം, കുട്ടിയുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ മൂവ് ആവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ഇട്ടിട്ടല്ല നമ്മൾ PT ചെയ്യുന്നത്. മ്യൂസിക് ഇട്ട് ചെയ്യുമ്പം ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതൊരു എൻജോയ്മെൻ്റ് ആണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഒന്നും കൂടെ അത് താല്പര്യം വരും കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിലൊരു എക്സസൈസ് ആണ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സസൈസ് ആണ്, പ്ലസ് ഒരു മ്യൂസിക്കിന്റെ ഒരു എലമെന്റ് കൂടി വരുമ്പോൾ അതൊരു ഫൺ എലമെന്റും കൂടി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 തരത്തിലുള്ള ഒരു ഗുണം എനിക്ക് തോന്നുന്നത് ഈ പിന്നെ സുംബയിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മറ്റ് ഐറ്റംസിനെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ 3 അഡ്വാൻറ്റേജസ് നമുക്കൊരു പക്ഷേ ഇതിലും കിട്ടിക്കൊള്ളുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സുംബ കളിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അഥവാ അതിന്റെ സയൻസ് എന്തൊക്കെയാണ്, ഇത് കളിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് പിന്നെ ജീവിതത്തിൽ പുലർത്തി പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? സുംബ നമ്മൾ ചെയ്യുമ്പോൾ 1 hour ആയിട്ടും അതേ 45 minutes 30 minutes ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് സുംബ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 1 hour ഒരു വ്യക്തി സുംബ ചെയ്യുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് 700-800 കലോറി ബേൺ ആവും. അപ്പോൾ അതിനപ്പുറത്ത് നമ്മളൊരു കുട്ടികളിൽ ഇത് കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷനിലെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഗെയിം അഡിഷൻ, അതേപോലെ കുട്ടികൾ മൊബൈൽ ഫോൺ അഡിഷൻ, ലൈഫ് ഡിസീസ് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ചെറിയ മക്കളാണെങ്കിലും പഴയ രീതിയിലുള്ള കളികളും. അപ്പോൾ ഈ കുട്ടികൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും പൊതുവേ കുറവാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പം ആ കുട്ടിയുടെ ഫിസിക്കലി ഹെൽത്ത് അത്ര ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഇവർ ചെയ്യുന്ന സമയത്ത്. ഇവർക്ക് ഓവർ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ പൊണ്ണത്തടി കാര്യങ്ങളൊന്നും നിന്നൊക്കെ കുട്ടികൾക്ക് മാറി നിൽക്കാൻ പറ്റും. അപ്പം ഇതിന് അതിനപ്പുറത്ത് ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടിക്ക് നമുക്ക് ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടീനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഫിറ്റ്നസ് എന്താണ്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് കുട്ടികളെ വളർത്താൻ പറ്റും തോന്നുന്നു. പാഠ്യപദ്ധതിയിൽ നമ്മൾ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ആ കുട്ടി ആ ഒരു കൾച്ചർ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാലും അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് ആ കുട്ടി മാറ്റി കൊണ്ടുവരും അതിന്റെ ഭാഗമായിട്ട്. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഗവൺമെന്റ് ഈ പിന്നെ സുംബ സ്കൂളിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞത് ഇതൊരു ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ്, അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് പ്രതിരോധം കൂടിയാണ് ഈ സുംബ ഡാൻസ് എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഓർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ പിന്നെ ലഹരിക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് യഥാർത്ഥത്തിൽ ഇതിലുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം നമ്മൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും നമ്മുടെ സ്ട്രെസ് റിലീഫ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പം അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഡോപ്പമീനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ആവും. അപ്പം നമ്മൾ ഈ ഒരു വർക്കൗട്ടിലേക്ക് ചെയ്യുമ്പോൾ ഇത് മ്യൂസിക് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അത്രയും മെൻ്റലി കുട്ടികൾ റിലീഫ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇപ്പൊ നമ്മള് ലഹരിക്ക് അഡിക്ഷൻ ആവുന്നെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ പഠനത്തിലെ സ്ട്രെസ്സോ വീട്ടിലെ സ്ട്രെസ്സോ അങ്ങനെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് പല സ്ട്രെസ്സും കാരണമായിരിക്കും വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ സ്ട്രെസ് റിലീസ് ചെയ്യുമ്പോൾ അത്തരം ഉപയോഗങ്ങൾ മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ കുട്ടികൾ, എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല തോന്നുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഒരു പ്ലഷർ സീക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലഹരികളൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു ഇന്ന് കൂടുതൽ വ്യാപകമായി കാണുന്നത്. അതിന് ഇതൊരു പരിഹാരമായി വരാൻ സാധ്യതയുണ്ടോ? ഇതിന്റെ മ്യൂസിക് ഇട്ട് ചെയ്യുമ്പോൾ ശരിക്കും കുട്ടികൾക്ക് അതൊരു ഫണ്ണാണ്. അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു എൻജോയ്മെന്റ് ആണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശരിക്കും അവർക്കൊരു എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൂംബനെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, യഥാർത്ഥത്തിൽ ശരിക്കും ഈ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആണ് സ്കൂളിൽ ഇപ്പൊ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഗുണപരമായി ഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണോ പിന്നെ സെലീന വീക്ഷിക്കുന്നത്? അതല്ല ഇതിന്റെ നെഗറ്റീവ് സൈഡുകൾ എന്തെങ്കിലുമൊക്കെ വിശദീകരിക്കാനുണ്ടോ? സുംബ ചെയ്യുമ്പം അതേപോലെ തന്നെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർ, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് സുംബ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അതിൽ കൂടുതൽ ഹിപ്പ് മൂവ്മെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. അതിനപ്പുറത്ത് പിന്നെ നമ്മൾ ഇൻറ്റേർണൽ സർജറിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഒരിക്കലും നമ്മൾ സുംബ ചെയ്യാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് ഹൈ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളും അതിലുണ്ട്. അപ്പം അതെല്ലാം ഇതിൻ്റെ റൂൾസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇത്തരം ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു. കാരണം ഇത്തരത്തിലുള്ള ഡിസ്കിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ, അതുപോലെ ഹാർട്ട് ബീറ്റിന്റെ പ്രശ്നമുള്ള ആളുകൾ, എന്തെങ്കിലുമൊക്കെ സർജറി കഴിഞ്ഞ ആളുകൾ, ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ നമുക്ക് തോന്നുന്നത് ഇത്തരം ഈ സുംബ ഡാൻസിൽ നിന്ന് അതിലേക്ക് പറഞ്ഞേക്കാതിരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത് എന്നുള്ളത്. അത് ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ഇത്തരത്തിൽ ഹെവി വർക്കുകളൊന്നും ചെയ്യരുത്, വർക്കൗട്ടുകൾ ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്കൂളിൽ ഒരു മാസമായിട്ട് എല്ലാ കുട്ടികളെയും അണിനിരത്തി ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കേരളത്തിൽ മലയാളികൾ ആദ്യമായി പരിചയപ്പെടുന്ന ഒരു വാക്കാണ് സുംബ ഫിറ്റ്നസ് ട്രെയിനിങ് എന്നുള്ളത്. പുതിയതായി കേൾക്കുമ്പോൾ മലയാളികൾക്ക് അതിൻ്റെതായ ഒരു ആശങ്കയും അതുപോലെ തന്നെ ആവലാതിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ആവലാതിയും ആശങ്കകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായി മനസ്സിലാക്കി ആവശ്യമുള്ള ആളുകൾ അവരുടെ സാഹചര്യവും അവരുടെ കംഫർട്ടും എല്ലാം നോക്കി ഇതിന്റെ ഭാഗമാവുക. ആരോഗ്യ കാരണങ്ങളുള്ള ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുക. കൂടുതൽ ഉന്മേഷവും കൂടുതൽ ആരോഗ്യവും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു ചോയ്സ് ആകും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കൂടുതൽ ചർച്ചകൾ മലയാളികൾക്ക് കൂടുതൽ ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.